ഇന്ത്യ സഖ്യവും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും അധികാരത്തിൽ എത്തുക എന്ന ചോദ്യത്തിന് നിരവധി സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത്. 400-ലധികം സീറ്റുകൾ നേടി BJP NDA വീണ്ടും അധികാരത്തിലെത്തും എന്ന് പറയുമ്പോൾ വലിയ അട്ടിമറിയായിരിക്കും ഇന്ത്യയിലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുവാൻ പോവുക എന്ന മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവകാശപ്പെടുകയും അധികാരത്തിൽ ഇന്ത്യ സഖ്യം തന്നെ എത്തുമെന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുമ്പോൾ ആരായിരിക്കും 2024 ഇന്ത്യ ഭരിക്കുവാൻ പോകുന്നത്? തുടർന്നുള്ള 5 വർഷങ്ങളിൽ ആരുടെ വികസന നേട്ടങ്ങളായിരിക്കും ഇന്ത്യ സ്വീകരിക്കുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ നിരവധി സർവേകളാണ് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മാധ്യമങ്ങൾ നടത്തുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളും ഇത്തരത്തിൽ നിരവധി സർവേകൾ നടത്തുന്നുണ്ട്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ നടത്തിയ സർവേകൾ ഇങ്ങനെയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആരൊക്കെ വിജയിക്കും എന്നതിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സർവേ നടത്തിയിട്ടുള്ളത്. നാളിതുവരെ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നൊരു BJP സ്ഥാനാർത്ഥി പോലും പോയിട്ടില്ലാത്ത സാഹചര്യത്തിൽ 2024 വലിയ മാറ്റമുണ്ടാകുമെന്നും കേവലം ഒരു സീറ്റിലെങ്കിലും BJP വിജയിച്ചു വരുമെന്ന ആത്മവിശ്വാസമൊക്കെയാണ് നരേന്ദ്രമോദി നിരന്തരമായി കേരളത്തിലെത്തി ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും നൽകുന്നത്. എന്നാൽ BJP കേരളത്തിൽ ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും 2024 BJPയുടെ അവസ്ഥ എന്ന് സർവേ ഫലങ്ങൾ പറയുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരിമതി എന്ന് നിരവധി തവണ ഇടതുപക്ഷം പറഞ്ഞെങ്കിൽ പോലും UDFനെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ നഷ്ടമായത് ആലപ്പുഴയിലെ സീറ്റ് മാത്രമാണ്. AM ആരിഫിനെ ആലപ്പുഴയിൽ പൂട്ടിക്കെട്ടുവാൻ ഇക്കുറി സാക്ഷാൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ കളത്തിൽ ഇറങ്ങുന്നതോടുകൂടി അവിടെയും ആത്മവിശ്വാസം ഏറെയാണ് കോൺഗ്രസിന്. എന്നാൽ 20-ൽ എത്ര സീറ്റുകളായിരിക്കും ഇത്തവണ ജനങ്ങൾ കോൺഗ്രസിന് നൽകുവാൻ പോകുന്നത് എന്നതും വളരെ ആകാംക്ഷയോടുകൂടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു ആശ്വാസവും കണക്കുകൂട്ടലുകൾക്ക് കുറച്ചുകൂടി ബലവും നൽകുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തിറക്കിയ സർവേ ഫലങ്ങൾ. അതിൽ 24 എന്ന മലയാള ചാനൽ കൊണ്ടുവന്ന സർവേ ഫലം ഇങ്ങനെയായിരുന്നു. അവർ സർവേ നടത്തിയ മണ്ഡലങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് 4 ലോക്സഭാ മണ്ഡലങ്ങളാണ്. അത് കാസർഗോഡും കോഴിക്കോടും പത്തനംതിട്ടയും കൊല്ലവുമാണ്. പരിശോധിക്കാം 4 ലോക്സഭാ മണ്ഡലങ്ങളിലും ആർക്കായിരുന്നു മുൻതൂക്കമെന്ന്, ആരൊക്കെയാണ് അവിടെ വിജയിച്ചു വരുവാൻ സാധ്യത ഏറെയുള്ള സ്ഥാനാർത്ഥിയെന്ന്. കാസർഗോഡ് ഇടതിൻ്റെ കോട്ടയായിരുന്നു. ഇടതുപക്ഷത്തിന് അത്രമേൽ വേരുള്ള കാസർഗോട്ടേക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന കോൺഗ്രസിൻ്റെ സമാരാധ്യനായ നേതാവ് വരുന്നു. അദ്ദേഹത്തിന് തന്നെ വലിയ ആത്മവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. വിജയസാധ്യത ഒട്ടുമില്ലാത്ത കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയകിരീടം ചൂടിയത്. അതിന് കാരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ഭരിക്കുവാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രധാനമന്ത്രി ആയിരിക്കുമെന്നുള്ള പ്രചരണങ്ങളുടെ പുറത്തായിരുന്നു എന്ന് നിസ്സംശയം പറയാം. എന്തായാലും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു. ഇക്കുറിയും രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് നിന്ന് മിന്നുന്ന വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് സർവേ ഫലത്തിലൂടെ പുറത്തു വന്ന ഉത്തരം ഇങ്ങനെയായിരുന്നു. കാസർഗോഡ് 41.9% വോട്ടുകൾ MV ബാലകൃഷ്ണൻ കരസ്ഥമാക്കും. അവിടെ 40.3% വോട്ടുകൾ മാത്രമേ രാജ്മോഹൻ ഉണ്ണിത്താന് നേടുവാൻ സാധിക്കൂ. അവിടെ 16.4% വോട്ടുകളാണ് ML അശ്വിനി എന്ന BJPയുടെ സ്ഥാനാർത്ഥിക്ക് നേടുവാൻ സാധിക്കുക എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. ഇവിടെ UDFും LDFും തമ്മിലുള്ള ശതമാന കണക്ക് നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. 41% കൊണ്ട് MV ബാലകൃഷ്ണൻ നിലനിൽക്കുമ്പോൾ 40.3% കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ കോഴിക്കോട് കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്താർന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. പക്ഷേ കണ്ണൂരുകാരനായ MK രാഘവൻ കോഴിക്കോട് മത്സരിക്കുവാൻ വരുമ്പോൾ അന്ന് കോഴിക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് DYFIയുടെ യുവമുഖമായ മുഹമ്മദ് റിയാസാണ് അന്ന് സ്ഥാനാർത്ഥി. ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു അന്ന് MK രാഘവൻ കോഴിക്കോട് നിന്ന് വിജയിച്ചു പോയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചത്. 2014-ലും 2019-ലും മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച MK രാഘവനെ തന്നെയാണ് വീണ്ടും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് കളത്തിലിറക്കുന്നത്. സർവേ ഫലങ്ങൾ അനുസരിച്ച് MK രാഘവൻ 44.1% വോട്ടുകൾ നേടും. ഇളമനം കരീം 39.5% വോട്ടുകളും, MT രമേശ് എന്ന BJPയുടെ മുതിർന്ന നേതാവ് 15.8% വോട്ടുകൾ നേടുമെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് മത്സരിക്കുവാൻ വന്ന MK രാഘവൻ രാഘവേട്ടനായത് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ടായിരുന്നു.
പിന്നീട് സഖാവ് ഇളമനം കരീമിനെ കരീമിക്ക എന്ന പേരിൽ പ്രചരണായുധമാക്കി കളത്തിലിറക്കുമ്പോൾ അതിൽ എം കെ രാഘവനെ മലർത്തിയടിക്കുവാൻ കഴിയുന്ന കരുത്ത് കരീമിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സർവേ ഫലങ്ങൾ പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. കാര്യമായ വ്യത്യാസം തന്നെയുണ്ട് ഇടതുപക്ഷത്തിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ തമ്മിൽ. ഇളമനം കരീം 39.5% വോട്ടുകൾ നേടുമെന്ന് പറയുന്നിടത്ത് 44.1% വോട്ടാണ് എം കെ രാഘവൻ നേടുമെന്ന് സർവേ ഫലങ്ങൾ പറയുന്നത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ശബരിമല വിഷയമടക്കം നിരവധി വിഷയങ്ങളിലൂടെ BJPക്ക് കരുത്തായ ഒരു ഇടമാണ് പത്തനംതിട്ട. BJPയുടെ വേര് ശക്തമായി ഇറങ്ങിയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനംതിട്ട. പക്ഷേ അവിടെ നാളിതുവരെ ലോക്സഭാ മണ്ഡലമായി പത്തനംതിട്ട മാറിയ കാലം മുതൽ അവിടെ വിജയിച്ചു വരുന്നത് UDF ആണ്. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി തന്നെയാണ്. പക്ഷേ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ 2019-ലും 2021-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലുമൊക്കെ മത്സരിക്കുമ്പോൾ ശക്തമായ രീതിയിൽ BJPക്ക് അവിടെ വേരൂന്നി നിൽക്കുവാൻ സാധിച്ചിട്ടുമുണ്ട്. മികച്ച ഭൂരിപക്ഷം നേടുവാനും സാധിച്ചിട്ടുണ്ട്. അവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന AK ആന്റണിയുടെ മകൻ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിലേക്ക് എത്തുന്നു എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അനിൽ ആന്റണിയെ കളത്തിലിറക്കുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ BJPയുടെ സ്ഥാനാർത്ഥിയായി കളത്തിലിറക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളായിരുന്നു പ്രചരണായുധമായി BJP പത്തനംതിട്ടയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുകയാണ്. എന്താണ് പത്തനംതിട്ടയിലെ സർവേ ഫലം പറയുന്നത് എന്ന് നോക്കാം. അനിൽ ആന്റണിയാണോ ആന്റോ ആന്റണിയാണോ അതോ സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കാണോ പത്തനംതിട്ടയുടെ ജനനായകനായി മാറുവാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് സർവേ ഫലം പറയുന്നത് ഇങ്ങനെയാണ്. പത്തനംതിട്ടയിൽ 38.9% ആളുകളും പറയുന്നു ആന്റോ ആന്റണി ആയിരിക്കും പത്തനംതിട്ടയുടെ നായകനായി വരുന്നതെന്ന്. അവിടെ തോമസ് ഐസക്കിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് 38% ആളുകളാണ്. 22.5% പേര് പറയുന്നു സാക്ഷാൽ അനിൽ ആന്റണി ആയിരിക്കും, BJPയുടെ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി ആയിരിക്കും പത്തനംതിട്ടയുടെ മുഖമായി മാറുവാൻ പോകുന്നത് എന്ന്. ഇവിടെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് തോമസ് ഐസക്കും ആന്റോ ആന്റണിയും തമ്മിലുള്ളത്. ആന്റോ ആന്റണി 38.9% പേർ ആന്റോ ആന്റണി എന്ന് പറയുമ്പോൾ തോമസ് ഐസക്കിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് 38% പേർ. അതായത് 0.9% പേർ മാത്രമാണ് ആന്റോ ആന്റണിക്ക് അനുയോജ്യമായ നിലപാട് സ്വീകരിക്കുന്നത്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് കഴിഞ്ഞ 2 തവണയും വിജയിച്ചു വന്ന NK പ്രേമചന്ദ്രനാണ് UDF സ്ഥാനാർത്ഥിയായ RSP നേതാവായി മത്സരിക്കുന്നത്. കൊല്ലത്ത് സഖാവ് എം മുകേഷ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായി G കൃഷ്ണകുമാർ മത്സരിക്കുന്നു. അവിടെ സർവേ ഫലം പുറത്തു വരുന്നത് 44.8% പേരും പറയുന്നു NK പ്രേമചന്ദ്രൻ വിജയിക്കുമെന്ന്. എം മുകേഷ് വിജയിക്കുമെന്ന് പറയുന്നവർ 41.1% പേർ. BJPയുടെ സ്ഥാനാർത്ഥി G കൃഷ്ണകുമാർ ജയിക്കുമെന്ന് പറയുന്നത് 13.2% പേർ. സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ UDFന് അനുയോജ്യമായ ഒരു നിലപാടാണ് ജനങ്ങൾ സ്വീകരിക്കുന്നത്. 4 ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ 3ഇടത്തും UDF വിജയിക്കുമെന്ന് പറയുന്നു. അതിൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് കാസർഗോഡ് ഇടതുപക്ഷത്തിനുള്ളത്. എന്തായാലും ജനവിധി എന്താണെന്നറിയുവാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കണം. ജനങ്ങൾ എന്തു തീരുമാനിക്കും എന്നറിയുവാൻ ഇനി കാത്തിരിക്കാം, കാതോർത്തിരിക്കാം.